ക്ലാസ് 3യിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് 2 മാസം കഴിഞ്ഞാൽ നമ്മുടെ ഓണം എക്സാമാണ്. അപ്പോൾ ഈ ഒരു ഓണം എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യണ്ടേ, ക്ലാസ്സിലൊക്കെ ടോപ്പർ ആവണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കണം, ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഓണ പരീക്ഷയിൽ എത്രത്തോളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ മിസ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യാം. സോ നമുക്ക് പഠിക്കാനുള്ളത് മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുകൂടാതെ തന്നെ EVS ഉണ്ടായിരിക്കും, മാത്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 4 സബ്ജക്റ്റാണ് നമുക്ക് ക്ലാസ് 3യിൽ പഠിക്കാനുള്ളത്. സോ അതിൽ നമ്മുടെ മലയാളം നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ കനകച്ചിലങ്ക, പലഹാരം പൊതി എന്ന് പറയുന്ന 2 യൂണിറ്റാണ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സും എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇനി ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ടെൻഡർ ടച്ച് ആൻഡ് ഫെസ്റ്റീവ് ഫൺ, ഈ 2 യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ മക്കൾക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഇതിൽ കൂടുതൽ വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കേണ്ട, കാരണം ഓണപരീക്ഷയ്ക്ക് ഈ ഒരു 2 ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ EVS നോക്കുകയാണെങ്കിൽ ഗ്രീൻ എർത്ത്, ഹരിതഭൂമി, ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, ജന്തു ലോകത്തേക്ക്, ദെൻ ലാസ്റ്റ് വാട്ടർ ആൻഡ് സോയിൽ, ജലവും മണ്ണും എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് EVSൽ ക്ലിയർ ചെയ്യാനുള്ളത്. ഈ ഒരു 3 ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ദെൻ ദ ലാസ്റ്റ് മാത്സ്, ഗണിതം നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് ഡ്രോ, രൂപങ്ങൾ വരയ്ക്കാം, നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്, സംഖ്യകൾ കൂട്ടുകാർ, തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്, 1000, ലെറ്റ്സ് ജോയിൻ ടുഗദർ, കൂട്ടം കൂട്ടുകൂടാം എന്ന് പറയുന്ന 4 ചാപ്റ്റേഴ്സ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. സോ മാത്സിൽ നമുക്ക് മാക്സിമം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. സോ മിസ്സി പറഞ്ഞതുപോലെ ഇത്രയും എന്ന് എൻ്റെ മക്കൾ വിചാരിക്കേണ്ട, കാരണം നിങ്ങൾക്ക് ഓണപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചു തരാനുള്ള ലൈവ് ക്ലാസ്സസും എക്സ്ട്രാ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാം വിന്നർ ഇവിടെ ഫുൾ റെഡി ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ നമ്മുടെ ക്ലാസ് 3 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യാം. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മക്കളിൽ കുറേ പേരും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓണപരീക്ഷ എന്ന് പറയുന്നത് ആദ്യത്തെ എക്സാം അല്ലേ, അത് നമ്മൾ വലിയ രീതിയിലൊന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് കുറേ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു ഓണപരീക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. കാരണം നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും. കാരണം ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് നല്ല വൃത്തിയായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വരുന്ന എക്സാമിന് നന്നായിട്ട് ബുദ്ധിമുട്ടും. ഇനി പബ്ലിക് എക്സാം ആയിക്കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മൾ ആരും ബുദ്ധിമുട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഇഷ്ടത്തോടെ നല്ല സമാധാനമായിട്ട് നല്ല ടൈമൊക്കെ എടുത്ത് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ എക്സാംസും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു ഓണം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇനി ആകെ 2 മാസമുള്ളൂ. സോ ഓണമൊക്കെ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ, നന്നായിട്ട് ആഘോഷിക്കണമെങ്കിൽ ഓണപരീക്ഷ നമ്മളെല്ലാവരും വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. എൻ്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ഇനി നിങ്ങൾക്ക് ലൈവായിട്ടുണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മാരത്തോൺ ലൈവ് ക്ലാസ്സസ് ഒക്കെയാണ് ഇനി എൻ്റെ മക്കളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കി വെക്കുക. എക്സാം വിന്നറിൻ്റെ കൂടെ പഠിച്ച് ഓണം എക്സാമിൽ അടിപൊളി മാർക്ക് വാങ്ങാൻ എൻ്റെ മക്കൾ റെഡി ആണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ മക്കൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, യെസ് ഞങ്ങൾ റെഡി ആണെന്ന് അറിയിക്കുക. അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക.